ഹലോ ട്രേഡേഴ്സ്. ഇന്ന് നിഫ്റ്റി കണ്ടിന്യൂസ്ലി അടുത്ത ഒരു ദിവസം കൂടി നമുക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. -45 പോയിൻറ്റ്. ബാങ്ക് നിഫ്റ്റി 92 പോയിൻറ്റ് നെഗറ്റീവ്. ഫിൻ നിഫ്റ്റി 48 പോയിൻറ്റ് നെഗറ്റീവായിട്ട്. നിഫ്റ്റിയുടെ നമ്മൾ ചാർട്ട്, ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഈ ലെവൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഓപ്പൺ ചെയ്ത ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം ഈ ലെവൽ പിന്നെ ഹോൾഡ് ചെയ്തേക്കുകയാണ്. നിഫ്റ്റിക്ക് ഒരു ഡൗൺ ട്രെൻഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, ലോങ് ടൈമിലുള്ള ഒരു ട്രെൻഡ് ഫോളോ ചെയ്യണമെങ്കിൽ അത് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴ്ത്തിട്ട് പോയിൻ്റ് താഴ്ത്ത് വരും. നമ്മൾ ഇൻട്രാഡേ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇന്നത്തെ മൂവ്മെൻറ്റും കാര്യങ്ങളിലും ഒരു കണ്ടിന്യൂസ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഒരു ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്ത് തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്തത്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ഫുള്ളി ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് വന്നത്. ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ ട്രെൻഡ് ലൈൻ ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് ആയിരുന്നു. ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഡൗൺ ട്രെൻഡ് ചെയ്തു. നമ്മൾ ഇന്നലെ നിഫ്റ്റിയുടെ കേസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു ചെറിയൊരു ഡിപ്പിലാണ് നിന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റി ഡിപ്പല്ലായിരുന്നു, കുറച്ച് റേസ്ഡ് പാറ്റേണിലാണ്. പക്ഷേ നിഫ്റ്റി കുറച്ച് ഡിപ്പായിട്ടാണ് നിൽക്കുക. ഇന്ന് നിഫ്റ്റി ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഈ ഒരു ലെവൽ, ഫസ്റ്റ് ബൈ ഉണ്ടായിരുന്ന ഒരു സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത ഈ ലെവലാണ്. ആ ലെവലിൽ വരെ അത് ഹോൾഡ് ചെയ്തു. ഇവിടെ ഒരു ചെറിയൊരു പുൾ ബാക്ക് എടുത്തതിന് ശേഷം രണ്ടാമത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തിട്ട് പോവുകയാണ് ചെയ്തത്. അവിടെ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് കണ്ടിന്യൂസ് ഒരു മൂവ്മെൻറ്റ് നടത്തി. അതിന് ശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് അതിന് ഒരു ഡബ്ല്യു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, തിങ്കളാഴ്ചത്തേക്ക് ഇതൊരു ഡബ്ല്യു പാറ്റേൺ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് ട്രെൻഡ് മുകളിലേക്ക് പോകണം. നമുക്കിവിടെ ഒരു ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുത്ത് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ ഒരു വിക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് റീട്രേസ് ചെയ്ത് മുകളിലേക്ക് പുഷ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇന്നത്തേക്ക് നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓപ്പണിംഗ് മുതൽ ഫുള്ളി ഡൗൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നോക്കിയിരുന്ന ഒരു നമ്മൾ പറഞ്ഞിരുന്ന ഒരു ലെവലുകളുണ്ടായിരുന്നു. നമുക്ക് ക്ലോസ് ഉണ്ട്, ഹൈ ഉണ്ട്, ലോ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് എടുത്തത് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതാണ് കരുതി. പക്ഷേ അവിടെ സപ്പോർട്ട് എടുത്തില്ല, മാർക്കറ്റ് താഴ്ത്തിട്ട് വന്ന സമയത്ത് നമ്മളിവിടെ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുത്തിരുന്നു. അതിനുശേഷം ഇവിടുന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഒരു ക്വാണ്ടിറ്റി കൂടി ആഡ് ചെയ്തു, ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കി നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കാണാം സെയിം ഇതേപോലെ തന്നെ ഒരു ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു റിവേഴ്സലിനുള്ള ടെൻഡൻസി കൂടി കാണുന്നുണ്ട്. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ക്യാൻഡിൽ ഒരു ഡോജി ടൈപ്പ് ഒരു റിജക്ഷൻ ഓഫ് ലോവർ വാല്യൂസ് ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ്, പക്ഷേ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാമർ ടൈപ്പായിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി. സോ ഇവിടുന്ന് നമ്മൾ ഇൻട്രാഡേ ചാർട്ടിലേക്ക് 50 മിനിറ്റ്സിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഇന്നത്തെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഇന്ന് നിഫ്റ്റി കുറച്ച് ട്രെൻഡി ആയിരുന്നു, പക്ഷേ ബാങ്ക് നിഫ്റ്റി അങ്ങനെ അത്ര ട്രെൻഡി അല്ലായിരുന്നു. കുറച്ച് വോളറ്റൈലായിട്ട് തന്നെയാണ് മൂവ് ചെയ്തത്. കാര്യം നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ട്രെൻഡ് ലൈൻ തന്നെയാണ് കാണുന്നത്, പക്ഷേ അത്ര അതൊരു മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ട്രെൻഡ് ലൈൻ ഉണ്ട്, ഈ ട്രെൻഡ് ലൈന് വന്നു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്താണ് ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കി പിന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. പക്ഷേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കൊടുക്കാനോ അങ്ങനെയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഈ മാർക്കറ്റിൽ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു പുൾ ബാക്ക് എടുക്കാനോ അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കാനും. പക്ഷേ നമ്മളെടുത്ത രണ്ട് ട്രേഡുകളും ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിരുന്ന രണ്ട് ട്രേഡുകളും ഒന്ന് റിവേഴ്സിലായിരുന്നു, ഒന്ന് ഒരു പുൾ ബാക്ക് ആയിരുന്നു. നമ്മളിവിടെ നിന്ന് ഓരോ ട്രെൻഡ് ലൈൻ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ വിക്കുകളുടെ സൈസ് നോക്കിയാൽ അറിയാം, കുറച്ച് ലാർജ് വിക്കുകളും കാര്യങ്ങളാണ്. ഈ പോർഷനിലേക്ക് കുറച്ച് കൂടുതൽ വോളറ്റൈലാണ്. നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നൊന്നും അത്ര കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഈ ഒരു ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്തു, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നമുക്ക് രണ്ട് കൺഫർമേഷൻ കിട്ടി. അവിടെയാണ് വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം അത് പുഷ് ചെയ്ത സമയം ഇവിടെ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബയർ സോൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ബൈ സോൺ ഉണ്ട്. ആ ബയർ സോണിൽ അത് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ആ ട്രെൻഡ് ലൈനിലേക്ക് തിരിച്ച് കയറി. അതിനുശേഷം അത് റിവേഴ്സ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ഉണ്ടായിരുന്ന ഒരു ബയർ സോൺ എന്ന് വെച്ചാൽ ഈ സോണാണ്, ഈ ഒരു സോൺ. ഈ സോണിൽ ഇവിടെ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് കുറച്ച് വോളറ്റിലിറ്റി കാണിച്ചതിന് ശേഷം ഇവിടെ വന്നത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് റിജക്ഷനിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ നമ്മൾ പറയേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബയർ സോണിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളൊരു മാർക്കറ്റിനൊരു പ്രഷർ കൊടുക്കാൻ പറ്റുന്ന സോണായിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ ഈ പറയുന്ന
ഇങ്ങനത്തെ ഒരു പാറ്റേൺസ്, ഇങ്ങനത്തെ ഒരു വിക്കുകൾ നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടുന്നത് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ഒരു എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ള ലെവലുകളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ സക്സസ് റേറ്റ് ഉള്ളത് ഈ പാറ്റേൺ, ഇത് ഇവിടെ ഈ ഒരു ലെവൽ, ഈ കാണുന്ന ഗ്രീൻ ടു ഇതൊരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതൊരു ബൈയിങ് സോണാണ്. പിന്നെ ഇവിടുത്തെ ഈ സോൺ ഇതൊരു ബൈയിങ് സോണാണ്. അതായത് ഹയർ ഹൈ, ഒരു പാറ്റേൺ ലോവർ ഹൈന് ശേഷം ഒരു ലോ ഹൈ ഉണ്ടാക്കി, അതിന് ശേഷം ഇവിടെ നമ്മൾ ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്ന ഈ പോർഷൻ ഒരു ഹയർ ഹൈ ഉണ്ടാക്കി മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബേസിലാണ് നമ്മളൊരു ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ പോർഷൻ, ഈ 2 ക്യാൻഡിലുകൾ, കാര്യം ശരിയാണ്, ഇവിടുന്ന് ഒരു ബൈയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാർക്കറ്റ് ഒരു പുഷ് ചെയ്തു, നമ്മളൊരു അത്ര സ്ട്രോങ് ബൈയിങ് സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മളിതിൻ്റെ ലോ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ, അതൊരു ലോ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു സഡൻ ഉണ്ടായിരിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. ഫുള്ളി ഒരു ഗ്രീൻ ക്യാൻഡിൽ മാത്രം. ഇപ്പോൾ ലോ ടൈം ഫ്രെയിം 1 മിനിറ്റിലേക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ മാത്രമാണ് ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ, പെർഫെക്റ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ റൈസ്, ഒരു റൈസ് ഉണ്ടാവണം, അതിനുശേഷം ഒരു ഡിപ്പ് ഉണ്ടാവണം, പിന്നെ ഒരു റൈസ് ഉണ്ടാവണം, പിന്നെ ഡിപ്പ് ഉണ്ടാവണം, പിന്നെ റൈസ് ഉണ്ടാവണം, ഡിപ്പ് ഉണ്ടാവണം, അങ്ങനെ പോകണം. ഇപ്പോൾ താഴത്തിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിപ്പുകൾ എടുത്ത് ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കിക്കൊണ്ട് വേണം പോകാൻ. അപ്പറിലേക്കാണെങ്കിൽ ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി തന്നെ വേണം പോകാൻ. അതുപോലെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനും കിട്ടും. പെർഫെക്റ്റ് ട്രെൻഡ് ലൈൻ അല്ലെങ്കിലും മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പക്ഷേ ഇങ്ങനത്തെ ഒരു പാറ്റേൺസിന് മിക്കപ്പോഴും തന്നെ അതൊരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ലൈനുകൾ ഇവിടെയും മാർക്ക് ചെയ്ത്. നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായി, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായി. സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തു, എടുത്ത് പോയി. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സക്സസ് റേറ്റ് നോക്കിയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നിഫ്റ്റിയിൽ കണ്ട ഒരു ഡബ്ല്യു പാറ്റേൺ ശരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ആയിട്ടില്ല. നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തിരുന്നു, ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മളിവിടെ മെൻഷൻ ചെയ്തിരുന്ന ഒരു ടാർഗറ്റാണ്, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു ഗ്യാപ്പ് ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ഡിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിക്ക്, ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിക്ക് മൂവ് ചെയ്യണമെങ്കിൽ നിഫ്റ്റി അവിടെ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴോട്ട് ഡിപ്പ് ചെയ്യണം. അതാണ് നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. നല്ല രീതിയിൽ നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡ് കാണിച്ചിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി കുറച്ച് സൈഡ് വേസ് എന്നുള്ളൊരു, ആക്ച്വലി ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്, പക്ഷേ നമുക്കൊരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. സ്വിങ്സിൻ്റെയൊക്കെ ഹൈസും ലോസും എല്ലാം വളരെ കൂടുതലും കുറച്ച് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ബാങ്ക് നിഫ്റ്റി പേസ് തന്നെയാണ്. അത്ര വലിയ ട്രെൻഡിങ് അല്ല, എന്നാലും ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ്. ട്രെൻഡിങ് മാർക്കറ്റ് തന്നെയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമുക്ക് പറഞ്ഞാൽ ഓരോ ട്രെൻഡും ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്താണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. നിഫ്റ്റിയുടെ ഇതിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, കണ്ട ഈ ലെവലിന് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇവിടെ ഒരു എഫക്റ്റും ഇവിടെ ഇല്ല. ഈ പോർഷനിൽ നിന്ന് ചെക്ക് ചെയ്ത് അറിയാം, ഒരു എഫക്റ്റ് ഇവിടെ തന്നെ ഇല്ല. സോ നമുക്ക് ഈ ഇങ്ങനത്തെ പാറ്റേൺ അവോയ്ഡ് ചെയ്തിട്ട് ഈ പാറ്റേൺ നോക്കും. ഇവിടെ കാണുന്ന ഈ പാറ്റേണിന് ഇവിടെ ഒരു എഫക്റ്റ്, ഒരു പ്രൈസ് ആക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ പാറ്റേൺ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ നോക്കുകയും ഇത് എത്ര കൂടുതലായിട്ട് നോക്കേണ്ടാത്തതുമായ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണത്. സോ ഇതാണ് ഇന്നത്തെ EOD അനാലിസിസും അതുപോലെ ട്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ വീക്ക്ലി അനാലിസിസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.